നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കല്യാണ വീട്ടിൽ ഒക്കെ കിട്ടുന്ന ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റോട് കൂടി അധികം മസാലയോ ഓയിലോ ഒന്നും ചേർക്കാതെ പെട്ടെന്ന് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ കമൻറ്റ് അറിയിക്കണം, ലൈക്കും ചെയ്യുക. അപ്പോൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനായി 750 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. നല്ല പോത്തിറച്ചി കേട്ടോ, ഏകദേശം 3/4 കിലോ ഇറച്ചിയുണ്ട്. അത് ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആകുമ്പോൾ കുറച്ച് വലുപ്പമാണല്ലോ പീസിന്, അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. 1/2 കിലോ അരി എടുത്തിട്ടുണ്ട്. ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതേപോലെ കൈമ റൈസ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. കൈമ റൈസിന് കുറച്ച് റേറ്റ് കൂടും. നമ്മൾ എടുത്തിരിക്കുന്നത് ജോക്കർ എന്ന് പറഞ്ഞ അരിയാണ്. അപ്പോൾ ഇത് ഫിർദൗസ് എന്ന് പറഞ്ഞ അരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഒരു 10 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കാം. ഇത് ഊറ്റിയെടുക്കുകയാണ്, അതുകൊണ്ട് 10 മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം അരി വേവിക്കാനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഊറ്റിയെടുക്കുകയാണ് അരി, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ടുള്ളത്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇനി മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ അരി വേവിക്കാനുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കിലോ അരിയാണ് ഉള്ളത്, അതിട്ട് കൊടുക്കാം. ജീരശാല അരിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് പട്ടിട്ട് കൊടുക്കാം. ഒരു 8-10 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. ഒരു 4 ഏലക്ക ഇട്ട് കൊടുക്കാം. ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണെന്ന് ഒന്നും കൂടി ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അരി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് മൂടി വെച്ച് ഇത് വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി 2-3 വട്ടം ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചോറ് വേവുന്ന വരെ ഒരു 80% വെന്താൽ മതി. അപ്പോൾ ചോറ് വേവട്ടെ. അപ്പോൾ നമ്മുടെ ചോറ് ഒരു 80% വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, അപ്പോൾ നല്ല വെന്ത് പോരുത്. നമ്മുടെ അരി കടിക്കണ രൂപം ഒന്ന് മാറി കിട്ടിയാൽ മതി. അത് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്കിത് ചോറ് വെള്ളം ഊറ്റി കളയാം. നന്നായിട്ട് വെള്ളം വാരാൻ വെക്കണം. ഫുള്ള് വെള്ളം ഇതിൽ നിന്ന് പോകണം കേട്ടോ. അതുവരെ നമുക്ക് വാരാൻ വെക്കാം. പിന്നെ ഇത് ഊറ്റിയെടുക്കാം. സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ചെടുക്കുന്നുണ്ട്. കുക്കർ നല്ല ചൂടായതിന് ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ 6 kg നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഏത് നെയ്യാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 6 kg നെയ്യാണെങ്കിൽ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അത് കിട്ടുമെങ്കിൽ അത് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. നെയ്യ് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി തീ ഒരു ലോ ഫ്ലെയിമിൽ വെക്കാം. ഒരു 2 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചെടുത്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് നല്ല കേട്ടോ, ബീഫ് ബിരിയാണി ആകുമ്പോൾ. അതേപോലെ ഒരു പിടി പുതിനയില ഇട്ട് കൊടുക്കാം. ഇനി കഴുകി വൃത്തിയാക്കിയ വെള്ളം വാർത്ത് വെച്ച ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 3/4 കിലോ ബീഫാണ്, 750 ഗ്രാം. ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അധികം മസാല നമ്മൾ ചേർക്കണില്ല. മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർക്കാതെ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ മലപ്പുറം ഭാഗത്ത് കിട്ടുന്ന അതേ രൂപത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പാകത്തെ മസാല ഉള്ളതിൽ ചേർക്കുന്നത്. കുരുമുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ജാതിപത്രി, അതേപോലെ ചെറുജീരകം പൊടിച്ചത് ഇതിലേക്ക് ഒരു
1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. ടീസ്പൂണും ടേബിൾ സ്പൂണും മാറിപ്പോരുത്. 1 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മസാല. ഈ മസാല ചേർത്തിട്ടാണ് നമ്മൾ ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. മറ്റുള്ള പൊടികൾ മല്ലിപ്പൊടി മുളക് പൊടി ഒന്നും ചേർത്തിട്ടില്ല. നല്ല അടിപൊളി ബീഫ് ബിരിയാണി എങ്ങനെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. വീട്ടിലൊക്കെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൂ. അധികം പൊടികളൊന്നും ഒന്നും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. നമ്മൾ തുള്ളി വെള്ളം പാർന്നിട്ടില്ല കേട്ടോ. വെള്ളം തുള്ളി പാരേണ്ട ആവശ്യമില്ല. നമ്മൾ ബീഫിൽ തന്നെ വെള്ളം പാകത്തിനുള്ളത് ഉണ്ടാവും, ഇത് വേവാനുള്ള. അപ്പോൾ നിങ്ങളുടെ ബീഫ് വേവിനനുസരിച്ച് വിസിൽ എത്ര വിസിൽ വേണോ അത്ര വിസിൽ അടുപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിന് മൂടി വെച്ച് ഒരു 5 വിസിൽ വരെ ഞാനിത് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബീഫ് വേവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് വിസിൽ കൂട്ടി വെക്കാം. കുറവാണെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വെച്ചിട്ട് വെച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 5 വിസിലോളം അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് അത്യാവശ്യം വെന്തിട്ടുണ്ട്. കണ്ടോ, അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ബീഫ്. ഇത് മതി, ഇത് നമുക്ക് ഇറക്കി വെക്കാം. ഇനിയൊരു പാത്രം വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിലാണ് നമ്മൾ ബിരിയാണി ഇടാൻ പോണത്. ഇനി ഇതിലേക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഗ്രേവിയോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ബീഫ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് പരത്തി കൊടുക്കാം. അപ്പോൾ ഇതിൽ തുള്ളി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ബീഫ് വന്നപ്പോൾ പാകത്തിന് വെള്ളം ഇതിൽ വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇനി ഇതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. വാർത്ത് വെച്ച ചോറിട്ട് കൊടുക്കാം. മൊത്തം ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം മൊത്തം നന്നായിട്ട് വാർത്തെടുത്തതാണ്. അപ്പം അങ്ങനെ നന്നായിട്ട് വാർത്തെടുക്കണം. അപ്പോൾ 1/2 കിലോ അരിയാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആളുകൾ കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് അരി കൂടുതലാക്കി എടുക്കാം കേട്ടോ. മൊത്തം ചോറ് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ മുകളിലിട്ട് ചെറുതാക്കി അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് കാഷ്നട്ട് വറുത്തത് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉണക്കമുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഉള്ളി വറുത്തത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഇട്ട് കൊടുക്കണില്ല. കുറച്ച് മല്ലിച്ചപ്പ് ഇതിന് മുകളിൽ വിതറി കൊടുക്കാം. അതേപോലെ കുറച്ച് പുതിന ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഇട്ടിച്ചു കൊടുക്കാം. ഇനി തീ കത്തിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ തീ വെച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മളെ ബീഫിൻ്റെ സത്തൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചോറിലേക്ക് നല്ല ക്ലിയറായിട്ട് പിടിക്കും. ആ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കല്യാണ വീട്ടിലൊക്കെ സാധാരണ ബീഫ് ബിരിയാണി പെട്ടെന്ന് ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ബീഫ് ബിരിയാണിക്ക്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെമ്പിൻ്റെ മൂടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലിട്ട് കുറച്ച് കനൽ വാരിട്ടാൽ നമുക്ക് നല്ലൊരു ദമ്മായിട്ട് കിട്ടും. ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടോ. ഇനി ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാട്ടോ. നമുക്കൊന്ന് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ടുണ്ട് നമ്മുടെ ബീഫ് ബിരിയാണി. കണ്ടോ, നല്ല വെന്ത് ഉഷാറായിട്ടുണ്ട്. ചൂടാട്ടോ. നമ്മളെ ബീഫ് ബിരിയാണി കണ്ടോ അടിപൊളിയായിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോറൊക്കെ നല്ല ഉഷാറായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കല്യാണ വീട്ടിലൊക്കെ കിട്ടുന്ന ആ രൂപത്തിലുള്ള ബിരിയാണി, ബീഫ് ബിരിയാണി ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ അധികം മസാല ഒന്നും ചേർക്കാത്ത അടിപൊളി ബിരിയാണി ഉണ്ടല്ലേ, ഉഷാറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ കാണിച്ച രീതിക്ക് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ബീഫ് ബിരിയാണി നമുക്ക് കിട്ടും. കണ്ടോ, നല്ല ഉഷാറായ ബീഫ് ബിരിയാണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.